ഘടകമാണിപ്പോൾ. താങ്കളെ പോലെയുള്ള ഒരു യുവ നടനെ ഇത് അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ മീഡിയയിലൂടെ അതിന് റിയാക്ട് ചെയ്തില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിനെ അഗേൻസ്റ്റ് നിൽക്കുന്നതോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, വിഷമം ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. കൃത്യമായ സപ്പോർട്ട് എന്റെ സുഹൃത്തിന് ഞാൻ നൽകുന്നുമുണ്ട്. ദിലീപ് എന്ന നടനിൽ നിന്ന് താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. ദിലീപ് എന്ന നടനല്ല, ഒരു ആണിന്റെ അടുത്തുനിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മീറ്റിംഗിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ സ്റ്റേജിലും ഇത് അറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും. ദിലീപിനെ പുറത്താക്കി മുഖം രക്ഷിക്കല്ലാതെ വേറെ എന്തെങ്കിലും നടപടിക്ക് അമ്മയ്ക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ട്രഷറർ സ്ഥാനത്ത് മാറ്റിയാണ് സംഘടന പുറത്താക്കണമെന്ന് ആവശ്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഇന്നലെ തെളിയുന്നത് വരെ ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ രീതിയിലാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വളരെ കൺവിൻസിംഗ് ആയിരുന്നു. അപ്പൊ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എന്റെ അറിവിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കൺവിൻസിംഗ് ആയിട്ട് താങ്കളോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹം ഉണ്ട്. അദ്ദേഹം നമ്മളോട് എല്ലാവരും പെരുമാറിയതും അങ്ങനെയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായ രീതിക്ക് ദിലീപിനെ പുറത്താക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതില് അദ്ദേഹം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കണം ആവശ്യം.